ഫ്രണ്ട്സ്, അപ്പോൾ ചെറിയൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ എടുക്കുക, അതിനിങ്ങനെ മടക്കുക. പിന്നെ നോട്ട് ദ പോയിന്റ്, ഇത് ചുമ്മാ നമ്മുടെ ഗ്ലൂവോ സ്റ്റാപ്ലറോ ഒന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ വെറും സേഫ്റ്റി പിൻ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. എല്ലാവരും ഓടിപ്പോയിക്കോ, സേഫ്റ്റി പിൻ എടുത്തോ, ഉണ്ടാക്കിക്കോ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. തിരിച്ചു വെക്കണം ഗൈസ്. ഞാൻ പകുതി ചെയ്യുന്നത് മണ്ടത്തരത്തിൻ്റെ പകുതിയാണ്, അതുകൊണ്ട് തന്നെ തിരിച്ചു വെക്കാം. എന്നിട്ട് തിരിച്ചിങ്ങനെ വെക്കുക. ഇതിനിങ്ങനെ ലെയറായിട്ട് കിട്ടിയത് നോക്കൂ ഗൈസ്. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ നമ്മൾ വേണ്ട പേപ്പേഴ്സ് എല്ലാം ഇനി അത് അടുക്കി വയ്ക്കുക. അടുക്കി വയ്ക്കുക. എന്നിട്ട് വേണ്ട അടുക്കി ഇങ്ങനെ വെച്ചു കൊടുക്കണം. ദെൻ നമ്മളൊരു സിസർ വേണം. സിസർ അങ്ങ് അറ്റത്താണ്, ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാവേ. എൻ്റെ ഫ്രണ്ട്സ് നമ്മൾ സിസർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഭയങ്കര പാടാണ്. ഇതിന് ഒന്നാമത് മൂർച്ചയില്ലാത്തൊരു സിസ്റ്റം. മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ വയ്ക്കുക. ദെൻ ഒരു പിന്നെടുക്കണം. ദെൻ ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ എടുക്കുക. ദെൻ കുറച്ച് ഹാർഡ് വർക്ക് വേണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുക. കുറച്ച് പണിയാണ്, ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. കുഞ്ഞു പിള്ളേരാരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. എന്നിട്ട് ഇതുപോലെ ഞാനിന്ന് കയറ്റി ഇതെന്തേണ്ടേ വെച്ചു. ഇതെല്ലാം അടിപൊളിയായിട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല? സൂപ്പർ നോട്ട്ബുക്ക് ഇവിടെ റെഡി മണിയായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. നോട്ട്ബുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം എഴുതുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഏപ്രിൽ 3-ന്. അപ്പം ഞാനപ്പം എൻ്റെ ഫാദറിൻ്റെ ഹൗസിലായതുകൊണ്ട് എനിക്കൊന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവളെ ഞാൻ പരിചയപ്പെടുത്തുന്നു.
സ്നാക്കുട്ടി. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ ബൈ.